ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും AAP-യുടെയും പരാജയമാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രതീകമായിരുന്നു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പ്രതിപക്ഷങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആകാൻ യോഗ്യതയുള്ള ആളായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ പരിഗണിക്കപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ്, കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം ഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ്. നിരവധി ക്ഷേമ പരിപാടികൾ അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു കോൺഗ്രസിനും അല്ലെങ്കിൽ BJP-ക്കും എതിരായിട്ടുള്ള ഒരു അൾട്ടർനേറ്റീവായിട്ട്, ഒരു ബദലായിട്ട് വളർന്നു വന്നു. പഞ്ചാബിൽ അവർ അധികാരം പിടിച്ചെടുത്തു. രാജ്യം മുഴുവൻ AAP വളർത്താൻ അദ്ദേഹം ശ്രമിച്ചു. AAP-യെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ഒരു ബദലായിട്ട് ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന ഒരാളായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ പരിഗണിക്കപ്പെട്ടിരുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് പ്രധാനമന്ത്രിയാകാനിരുന്ന നരേന്ദ്രമോദി വാരണാസിയിലാണ് മത്സരിച്ചത്. വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ചെയ്തത്. അപ്പൊ അതിനർത്ഥം അദ്ദേഹം മോഡിക്കെതിരായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. 2 ലക്ഷം വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിയുകയും ചെയ്തു. അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ, അല്ലെങ്കിൽ BSP-യുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇവരെക്കാൾ കൂടുതൽ വോട്ട് നേടി 2 ലക്ഷത്തോളം വോട്ട് പിടിക്കാൻ അന്ന് അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞു. അപ്പൊ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു മുഖമായി ഉയർന്ന ആളായിരുന്നു കെജ്രിവാൾ. ഇതേപോലെ തന്നെയാണ് മമതാ ബാനർജി, അതേപോലെ തന്നെ ചന്ദ്രശേഖർ റാവു തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായിരുന്നു, പക്ഷെ അദ്ദേഹം പുറത്തായി. നവീൻ പട്നായിക് ദീർഘകാലം ഒറീസയിലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു പ്രതിപക്ഷത്തിന്റെ മുഖമായിട്ട് പലരും ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തെ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം പലപ്പോഴും BJP-ആയിട്ട് പാർലമെന്റിൽ ഏറ്റുമുട്ടാൻ ശ്രമിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെ പ്രതിപക്ഷത്തിന്റെ പല മുഖങ്ങളിൽ നിന്ന്, അത് കോൺഗ്രസ് ഇതര പ്രതിപക്ഷത്തിന്റെ പല മുഖങ്ങളിൽ നിന്ന്, കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഇതര പ്രതിപക്ഷത്തിന്റെ മുഖങ്ങളിൽ ഒന്നായിട്ട് മാറിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ആ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആ പ്രതിച്ഛായ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹം അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ആയിട്ടാണ് അദ്ദേഹം വന്നത്. അല്ലെങ്കിൽ ലളിത ജീവിതത്തിന്റെ, ആഡംബര വിരുദ്ധതയുടെ, ഒരു ഗാന്ധിയൻ സമീപനത്തിന്റെ ഒക്കെ ആളായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു, ലിക്കർ കുംഭകോണത്തിൽ മുങ്ങിക്കുളിച്ചു. അതുപോലെ തന്നെ അവരുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായി. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു പ്രതിയോഗി ഇപ്പം BJP-യെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായിരിക്കുന്നു. അപ്പൊ ഇനി അടുത്തത് എന്താണ് BJP-യുടെ ടാർഗറ്റ്? ഉറപ്പാണ് BJP ഇനി നോക്കുന്നത് ബംഗാളിലേക്കാണ്. പല മാധ്യമങ്ങളും മമത BJP-യോട് അടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും 2026 ഇലക്ഷനിൽ മമതയെ കെട്ടുകെട്ടിക്കുക എന്നുള്ളതായിരിക്കും BJP-യുടെ ലക്ഷ്യം. കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP അവരുടെ ആ തേരോട്ടം വളരെ വ്യാപകമായി മുന്നോട്ട് പോയി കഴിഞ്ഞു. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് അത്രമാത്രം സ്വാധീനമില്ല. തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJP-ക്ക് അത്രമാത്രം സ്വാധീനമില്ല. പക്ഷെ ബംഗാളിൽ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അപ്പൊ അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതായതോടുകൂടി ഇനി അടുത്തത് മമതയെ പൊട്ടിക്കുക എന്നുള്ളതാണ് BJP-യുടെ ലക്ഷ്യം. പശ്ചിമ ബംഗാള് ദീർഘകാലം 1977 മുതൽ 3 ദശാബ്ദത്തിലധികം കാലം പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, അല്ലെങ്കിൽ CPM ആയിരുന്നു. ജ്യോതി ബസു ആയിരുന്നു. അതിനുശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യായിരുന്നു. പക്ഷെ ഇന്ന് CPM ബംഗാളിൽ ഏതാണ്ട് നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് നിയമസഭാ അംഗങ്ങൾ പോലും ഇല്ല ബംഗാളിൽ, ലോക്സഭയിലേക്ക് ആളില്ല. അതേപോലെ തന്നെ കോൺഗ്രസും നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇന്ന് കോൺഗ്രസും CPM-ഉം ചേർന്നാണ് ബംഗാളിൽ ഉള്ളത്. പക്ഷെ ബംഗാളിൽ മമതയ്ക്കെതിരായിട്ടുള്ള ഒരു ബദൽ ശക്തിയായിട്ട് BJP വളർന്നു കഴിഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 42 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18 എണ്ണത്തിലും BJP-ക്ക് വിജയിക്കാൻ കഴിഞ്ഞു. മമതയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത് 24 എണ്ണത്തിൽ മാത്രമാണ്. പക്ഷെ 2024 ഇലക്ഷനിൽ BJP-ക്ക് അത്ര വലിയ നേട്ടം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും 12 സീറ്റാണ് BJP-ക്ക് 42 അംഗ ലോക്സഭയിൽ കിട്ടിയത്. അതേപോലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് പ്രതീക്ഷത്ര വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 294 അംഗ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ 77 അംഗങ്ങളെ ജയിപ്പിക്കാൻ BJP കഴിഞ്ഞു. അപ്പൊ അതിനർത്ഥം പശ്ചിമ ബംഗാളിൽ മമതയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയൊരു ശക്തി BJP തന്നെയാണ്. അപ്പം BJP-യെ സംബന്ധിച്ചിടത്തോളം മമതയെ കീഴടക്കുക എന്നുള്ളതായിരിക്കും 2026 അവരുടെ ലക്ഷ്യം. അപ്പൊ ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ് BJP-യുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. ഇത്തവണ ഡൽഹിയിൽ അവർ പ്രാദേശികമായ പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ അഴിമതി വിരുദ്ധമായ ഒരു നിലപാടെടുത്തുകൊണ്ട്, കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയായിരുന്നു അഴിമതി വിരുദ്ധ പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി. അതുകൊണ്ട് ആ അഴിമതിയെ തുറന്നു കാണിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടിന് വേണ്ടി ചെലവഴിച്ച കോടികൾ, അദ്ദേഹത്തിന്റെ സ്വന്തം ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കുന്നതിന് ചെലവഴിച്ച കോടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു BJP ഊന്നൽ നൽകിയത്. അതേപോലെ തന്നെ RSSന്റെ സംഘടനാ ശക്തി കാര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ BJPക്ക് പശ്ചിമ ബംഗാളിലും
കൊണ്ടുവരാൻ പറ്റും. കാരണം പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിൽ ഏറ്റവും അധികം വിദേശ കുടിയേറ്റക്കാർ, അതായത് ബംഗ്ലാദേശി കുടിയേറ്റക്കാരുണ്ടായിരുന്നു. ആ ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകിയത്, വോട്ടർ പട്ടികയിൽ അവർക്ക് സ്ഥാനം നൽകിയത് CPM ആയിരുന്നു. അപ്പം വലിയൊരു ശതമാനം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് CPM കാലാകാലങ്ങളായിട്ട് ബംഗാളിൽ എടുത്തുകൊണ്ടിരുന്നത്. CPM പോയതോടുകൂടി ആ റോൾ ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കുന്നത് മമതാ ബാനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള, ബംഗ്ലാദേശികൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടായിരിക്കും പശ്ചിമ ബംഗാളിൽ BJP സ്വീകരിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ബംഗാളികൾക്ക് BJP ഒരു അന്യ പാർട്ടിയല്ല. പലപ്പോഴും BJPക്ക് ബംഗാളിൽ അങ്ങനെ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് ബംഗാളിൽ BJPക്ക് വളരെ വ്യാപകമായ അടിത്തറയുണ്ട്. അതുകൊണ്ട് തന്നെ കേജ്രിവാളിന് ശേഷം BJPയുടെ അടുത്ത ടാർഗറ്റ് 2026 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും. അത് മമതയെ പുറത്താക്കി ഒരു BJP സർക്കാർ പശ്ചിമ ബംഗാളിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷെ പല മാധ്യമങ്ങളും മമത BJP ആയിട്ട് എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നേരത്തെ അടൽ ബിഹാരി വാജ്പേയി നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ, NDA മന്ത്രിസഭയിൽ മമത അംഗമായിരുന്നു. മമതയ്ക്ക് അങ്ങനെ ഒരു BJP വിരോധമില്ല. പക്ഷെ മമതയുടെ വോട്ട് ബാങ്ക്, മുസ്ലിം വോട്ട് ബാങ്കിനെ ഇൻടാക്ട് ആക്കി നിർത്താൻ വേണ്ടി മമത BJP വിരോധം നടിക്കുകയാണെന്ന ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെ ആയാലും മമതക്കെതിരായിട്ടുള്ള, മമതയെ പുറത്താക്കുക എന്നുള്ളതായിരിക്കും 2026 BJPയുടെ അടുത്ത ടാർഗറ്റ്. അതിനു മുമ്പ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. പക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രീതിയിലുള്ളൊരു പോരാട്ടമായിരിക്കും. കാരണം നേരത്തെ BJPക്കെതിരായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരെ ഉയർന്നു വന്ന ആളാണ് നിതീഷ് കുമാർ. പക്ഷെ ആ നിതീഷ് കുമാർ ഇന്ന് BJP ചേരിയിലാണ്. അതുകൊണ്ട് ബീഹാറിന് പരമാവധി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ബീഹാർ പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും BJPയുടെ ഒരു ശൈലി. പക്ഷെ അതിനേക്കാൾ ഉപരി അത് BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു വാലികേറ മലയല്ല ബീഹാർ. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ 2 തവണയായിട്ട് അവിടെ മത്സരിച്ച് ജയിച്ച് 10 കൊല്ലം BJPക്കെതിരായിട്ടും കോൺഗ്രസിനെതിരായിട്ടും അതിശക്തമായ വെല്ലുവിളി ഉയർത്തിയ, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഒരു വലിയ പ്രതിച്ഛായ, ബദൽ എന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയ അരവിന്ദ് കെജ്രിവാളിനെ ഇല്ലാതാക്കിയ BJP ഇനി അടുത്ത പോരാട്ടം നടത്തുന്നത് ബംഗാൾ ആയിരിക്കുന്ന കാര്യത്തിൽ കാര്യമായ സംശയമില്ല.